ടിക്കറ്റ് നോക്കാൻ വന്നാണോ? അതെ അതെ, ഞാൻ നേരത്തെയൊക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ 3 മണിക്ക് തുടങ്ങിയെന്നാൽ 4:05 4:10 ആകുമ്പോൾ ഇവിടെ ഈ ബോർഡിൽ ഇവിടെ വരുമായിരുന്നു റിസൾട്ട്. ഇപ്പം ഈ ടിക്കറ്റിന് പ്രൈസ് മൊത്തത്തിൽ കുറച്ചേച്ച് 50 രൂപയ്ക്ക് നീളം കൂട്ടിയപ്പം സമയം വ്യത്യാസപ്പെടുത്തുന്നു. അത് തന്നെയല്ല, നമുക്ക് സാധാരണക്കാരന് ഒരു 5 ടിക്കറ്റ് എടുത്തെന്നാൽ 5000 രൂപ വെച്ച് ഒരു പ്രൈസ് അടിച്ചെന്നാൽ 25,000 രൂപ കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം വെട്ടി കുറച്ചേച്ച് ഇപ്പം 4 ടിക്കറ്റ് എടുത്തെന്നാൽ 20,000 രൂപ പ്രൈസ് കിട്ടും. കിട്ടുമോ ഇല്ലയോ എന്നല്ല, സാധാരണക്കാരന് കിട്ടേണ്ട അവകാശങ്ങൾ ഇത് കുറച്ചേച്ച് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ഈ ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പും ഇതിൻ്റെ സംഘാടകരും ചെയ്യുന്നത് ഈ കേരള ജനതയ്ക്ക് ഒരു ബാധ്യതയാവുക. ഞങ്ങളെപ്പോലുള്ളവർ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇത് അവിടെ കെട്ടിക്കിടക്കും. ഇത് കൊള്ളയടിക്കുന്നത് മുതലാളിമാർക്കോ അതോ തൊഴിലാളികൾക്കോ എല്ലാവർക്കും നല്ലതായി പോകണം. അത് നല്ല ഒരു കേരളമെന്ന് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും നല്ല പ്രൈസ് കൊടുത്ത് സഹായിക്കാൻ ബാധ്യസ്ഥരാകുക. അല്ലാതെ കൊള്ളയടിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാട് വില കൂട്ടുകയും ചെയ്തു. ഇപ്പം 40 രൂപയുടെ ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് 2000 രൂപ പ്രൈസ് വരെ മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്നു. അന്നേരപ്പം ഞങ്ങൾക്ക് 50 രൂപ ഇല്ലായിരുന്നു, 100 രൂപ ഗ്യാരണ്ടി ഒടിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് നേരെ മറിച്ച് ഇപ്പം 50 രൂപ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 50 രൂപ പ്രൈസിലോട്ട് കൊണ്ടുവന്ന് 2000 രൂപ ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ നീട്ടി ഏത് മ്ലേച്ഛമായ, അതായത് ഈ സംഘാടക സമിതി ഏറ്റവും വലിയ കേരളത്തിനോട് ചെയ്യുന്ന തൊഴിലാളി വർഗത്തോട് മുതലാളിമാരും എടുക്കുന്നില്ല, അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൊള്ളയെന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്.